കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയുടെ വലിപ്പം കൂട്ടാൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിലെ വീടുകളിൽ കാണുന്നത് പോലെ ഒരു നെടുനീളൻ സോഫയാക്കി മുഖ്യമന്ത്രി കസേര മാറ്റാനുള്ള ആലോചനയാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, എങ്ങാനും ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് നിലവിൽ തന്നെ 3 പേരുണ്ട്. ഈ 3 മുഖ്യമന്ത്രിമാർക്ക് ഇരിക്കാൻ നിലവിലെ കസേര പറ്റില്ല. നിലവിലെ കസേര എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന കസേരയാണ്. പക്ഷേ ഒരു കസേരയും 3 പേരും മുഖ്യമന്ത്രി ആകണമെന്ന് വെച്ചാൽ ഈ നാട്ടിൽ വേറെ ഒരു പോംവഴിയില്ല. ആ നിലയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ കസേര എന്നുള്ളത് ഒരു സോഫ സെറ്റി അടിച്ചങ്ങിടാനായിട്ട് തീരുമാനിച്ചത്. ഒരേ സമയം 3 മുഖ്യമന്ത്രിമാർ നിരന്നിരിക്കുന്ന കാഴ്ച ഇനി നമുക്ക് കാണാം. കാര്യം ഈ വൈബ്രന്റ് ആയിട്ടുള്ള ലീഡർമാർ ഉള്ളപ്പോൾ ഒരു ലീഡറിനെയും ഒഴിവാക്കാൻ പറ്റൂല, എല്ലാ ലീഡറിനെയും മുഖ്യമന്ത്രി ആക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം, KC വേണുഗോപാലിനെ നടുക്കും, സതീശനെ ഇടതുവശത്തും, ചെന്നിത്തലയെ വലതുവശത്തും ഇരുത്താം. കുറച്ചുകൂടിയൊക്കെ സ്ഥലവും കൂടി ആ കുഷനിൽ ഇട്ടിരുന്നാൽ ഇനി ആർക്കെങ്കിലും മുഖ്യമന്ത്രി ആവണമെങ്കിൽ ആ സമയത്ത് ഇനിയിപ്പോൾ കസേര അന്വേഷിച്ച് പോകണ്ട, ഇതിൽ തന്നെ അവരെയും കൂടി ഇരുത്താൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ടാക്കിയാണ് ഇത്തവണ മുഖ്യമന്ത്രി കസേര കുറച്ച് വലുതാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് മുഖ്യമന്ത്രിമാരുടെ പോസ്റ്റും ഒരു ചെറിയ ഭേദഗതി വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വർക്കിംഗ് മുഖ്യമന്ത്രി, നോൺ വർക്കിംഗ് മുഖ്യമന്ത്രി, വൈസ് മുഖ്യമന്ത്രി, വേണമെങ്കിൽ ഒരു 20 മുഖ്യമന്ത്രിമാരെ കൂടി ഇതുപോലുള്ള സഹമുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി എന്ന പേരിലൊക്കെ ആക്കാനുള്ള സൗകര്യം കോൺഗ്രസ് വരികയാണെങ്കിൽ നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യേണ്ടതുണ്ട്. എന്തായാലും 4-ാം തീയതി റിസൾട്ട് വരാനിരിക്കെ ഇവരുടെ പ്രചരണ കോലാഹലങ്ങൾ കണ്ടിട്ട് ഇനിയെങ്ങാനും നേരത്തെ പറഞ്ഞ പോലെ വന്നു പോയാൽ ഈ നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഒരു കസേരയുടെ പേരിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ പേരിൽ ചോര ചിന്താൻ പാടില്ല. അതിൻ്റെ പേരിൽ ഈ നാട്ടിൽ ഒരു ശവം വീഴാൻ പാടില്ല. അതുകൊണ്ട് ടീം UDFനെ ഒന്നടങ്കം മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തെ നമ്മൾ ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ കേരള ജനത തയ്യാറാവുകയാണ്. മുഖ്യമന്ത്രി ആകാനുള്ളവർ മുഴുവൻ മുഖ്യമന്ത്രി തന്നെ, ഒരു ഓഫീസേ ഉള്ളൂ, എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിരന്തങ്ങ് ഇരുന്നോട്ടെ. കാര്യം KPCC ഓഫീസിൽ അങ്ങനെയാണല്ലോ, പ്രസിഡന്റ്, നോൺ വർക്കിംഗ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്, അങ്ങനെ പല പ്രസിഡന്റുമാരുള്ളതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഇനി മുതൽ അങ്ങനെ ആക്കാനായിട്ടുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അല്ലാതെ ഇക്കാര്യത്തിൽ ഒരു നീക്കുപോക്കുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ കോൺഫിഡൻസ് ആണ് അപാരം. ഒരു മത്സരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മത്സരം എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമല്ല വോട്ടിട്ടിരിക്കുന്നത്, ജനമാണ് വോട്ടിട്ടിരിക്കുന്നത്. ജനമിട്ട വോട്ട് ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ അങ്ങ് കോൺഫിഡൻസോടുകൂടി പ്രഖ്യാപിച്ച് ഞങ്ങൾ തന്നെ വനം മന്ത്രിയുമാക്കി വനവാസത്തിൽ വിടുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഈവൻ ജ്യോത്സ്യന്മാരെ വരെ കണ്ടതിന് ശേഷം ജ്യോത്സ്യന്മാർ കുറിച്ചു കൊടുത്തു കഴിഞ്ഞു നിങ്ങൾ തന്നെ എന്നുള്ള കാര്യം. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് ഞങ്ങൾക്കൊപ്പമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടും നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലും സംഭവിച്ചിരിക്കുന്ന കാര്യം ആവർത്തിക്കപ്പെടുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ ചെയ്തു കൂട്ടുന്ന പണികൾ കാണുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസ് വരാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ കാട്ടുന്ന കോമാളിത്തരങ്ങൾ കണ്ടാൽ ഇതാണോ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇവരാണോ നിങ്ങളെ ഭരിക്കേണ്ടത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് കേരള ജനങ്ങളുടെ മനസ്സിൽ ഉണരുകയാണ്. ഇത്രയും കാലം ആ ഒരു കസേരയ്ക്ക് വേണ്ടി തള്ളാനോ പിടിവലി കൂടാനോ ആരുമില്ലായിരുന്നു. ഇപ്പോൾ ജനാധിപത്യം നിറഞ്ഞൊഴുകുന്ന പാർട്ടിയിൽ വരുന്നവനും പോകുന്നവനും മുഖ്യമന്ത്രി കസേര കിട്ടിയേ പറ്റുള്ളൂ. എന്തിനേറെ പറയുന്നു, എണീറ്റ് കിടക്കാൻ വയ്യാത്ത അന്തോണിച്ചന് വരെ ആ കസേരയിൽ ഒന്ന് ഇരുന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അദ്ദേഹവും അവസാന നിമിഷം ഉടുപ്പ് എടുത്തിട്ടുകൊണ്ട് വരുമോ ഇല്ലയോ എന്ന് മാത്രമേ നാട്ടുകാർക്ക് ഇനി അറിയേണ്ടതുള്ളൂ.